മസ്റ്റക്കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബി സെൽ ടി സെൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സോ ഇനിയുള്ള ക്ലാസ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ബി സെൽ ടി സെൽ ആക്ടിവേഷൻ, ഡിഫറൻഷിയേഷൻ ആൻഡ് പ്രൊലിഫറേഷൻ ആയിരിക്കും. അതിനുശേഷം പിന്നെ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ, ഇമ്മ്യൂണോളജിയും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലേക്കും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം. സോ ടുഡേ വിൽ ബി ഡീലിംഗ് വിത്ത് ടി സെൽ ആക്ടിവേഷൻ. സോ ഞാൻ പറഞ്ഞു ആഫ്റ്റർ ഡെവലപ്മെൻറ്റിന് ശേഷം, അതായത് നമ്മുടെ തൈമസിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇമേച്യൂർ ടി സെൽസ് എല്ലാം കംപ്ലീറ്റ്ലി ഡെവലപ്പായി ഒരു മെച്യൂർ ടി സെൽ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ചെറിയ പ്രൊപ്പോർഷൻ മാത്രം ഈ പറയുന്ന സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂസിൽ റിസൈഡ് ചെയ്യും. അതേഴ്സ് ഇവർ പുറത്തേക്ക് മീൻസ് സർക്കുലേഷനിലേക്ക് എൻ്റർ ചെയ്യും, നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിലേക്ക്, പിന്നീട് അവിടെ നിന്ന് ലിംഫിലേക്കും ബാക്കിയുള്ള സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂക്കും ബാക്ക് ടു ലിംഫ്, പിന്നെ അവിടുന്ന് വീണ്ടും ബ്ലഡ് സർക്കുലേഷൻ, അങ്ങനെ ഒരു കണ്ടിന്യൂസ് സർക്കുലേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഈ ഒരു സ്പെസിഫിക് പാത്തജനെ എന്താ പറയുക, പാത്തജനെ റെക്കഗ്നൈസ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ അറ്റാച്ച് ചെയ്യാത്തിടത്തോളം ഒരു മെച്യൂർ ടി സെൽ അല്ലെങ്കിൽ ഒരു നെയ്വ് ടി സെൽ എന്ന് പറയുന്ന ആ ഒരു സെല്ല് ഇറ്റ് വിൽ റിമെയിൻ ആസ് സച്ച്. കുറേ കാലത്തോളം അത് സർവൈവ് ചെയ്യും. അവർക്ക് ഒരു സൈറ്റോപ്ലാസം കുറവായിട്ടും അവരുടെ ക്രോമാറ്റിൻ കണ്ടൻസ്ഡ് ഫോമിലായിട്ടും mRNA പ്രൊഡക്ഷൻ ഏറ്റവും കുറച്ചും അവർ ആ ഒരു സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് സർവൈവ് ചെയ്യും, ബി സെല്ലിനെ പോലെയല്ല. Okay, until they come in contact with their specific antigen. Okay, now in case എത്രത്തോളം ബി സെൽ ടി സെൽ, ഇപ്പോൾ നെയ്വ് ടി സെൽ നമ്മുടെ ബ്ലഡിലുണ്ട്, ലിംഫിലുണ്ട് എന്നൊക്കെ പറഞ്ഞാലും മിക്കപ്പോഴും ഒരു ടി സെൽ ആൻറ്റിജൻ ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നതും അതനുസരിച്ചുള്ള അഡാപ്റ്റീവ് ഇമ്മ്യൂൺ ബാക്കിയുള്ള റെസ്പോൺസ് എല്ലാം ക്രിയേറ്റ് ചെയ്തതും മിക്കപ്പോഴും സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂസിലായിരിക്കും. സോ ദി ആൻറ്റിജൻ ആൻഡ് ടി സെൽ എൻകൗണ്ടർ യൂഷ്വലി ഒക്കേഴ്സ് ഇൻ സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂ. അപ്പോൾ എവിടെ ഇപ്പോൾ ഇൻ കേസ് ഒരു എന്താ പറയുക, ഒരു ടിഷ്യൂവിലോ അല്ലെങ്കിൽ ബ്ലഡിലോ ഈ പറയുന്ന ആൻറ്റിജൻ ടി സെൽ എൻകൗണ്ടർ ഉണ്ടായാൽ പോലും അവിടെ ഈ ഒരു ടി സെല്ലിൻ്റെ ബാക്കിയുള്ള എഫക്റ്റർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ഒരു മെക്കാനിക്കൽ ഒരു ടിഷ്യൂ സ്ട്രക്ചർ ഈ പറയുന്ന ഇൻഫെക്റ്റഡ് ടിഷ്യൂവിലോ ബ്ലഡിലോ ഉണ്ടാവില്ല. അപ്പോൾ അവരെ എൻകൗണ്ടർ ചെയ്താൽ പോലും യൂഷ്വലി ആ ഒരു അവരുടെ ആ ഒരു പ്രൊലിഫറേഷൻ, ആ ടി സെല്ലിൻ്റെ കംപ്ലീറ്റ് ഡിഫറൻഷിയേഷനും പ്രൊലിഫറേഷനും ഒക്കെ നടക്കുന്നത് സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂസിലായിരിക്കും. കാരണം സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂസിലായിരിക്കും ആ ഒരു ഡെവലപ്മെൻറ്റുള്ള കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവുക. സോ യൂഷ്വലി അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് എവിടെയാണോ ടി സെൽ ആൻറ്റിജൻ ഇൻട്രാക്ഷൻ നടക്കുന്നത് അവിടെ നടക്കുന്നില്ല. പകരം എപ്പോഴും അല്ലെങ്കിൽ അറ്റ് ഓൾ ടൈംസ് ദിസ് കൈൻഡ് ഓഫ് ഇമ്മ്യൂൺ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ് our effector cell production എല്ലാം നടക്കുന്നത് സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂസിലായിരിക്കും. സോ the acute immune response, it actually does not occur at the site of infection, but it always occurs in peripheral lymphoid tissue or secondary lymphoid tissue like Peyer's patches, tonsils, spleen and lymph node. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ടി സെൽ ആക്ടിവേഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഓൾവേസ് ദി മീഡിയേറ്റേഴ്സ് ആർ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽ. സോ പ്രൊഫഷണൽ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് ആയ നമ്മുടെ ഡെൻഡ്രൈറ്റിക് സെൽസോ മാക്രോഫേജസോ ഓർ ആക്ടിവേറ്റഡ് ബി സെൽസോ whenever they encounter a pathogen they will degrade the pathogen and carry its peptides and it present on the they will present it on the MSC class molecules. ഈ MSC ക്ലാസ് മോളിക്യൂൾസിന് പ്രസൻറ്റ് ചെയ്യുന്നതും ഈ പറയുന്ന പോലെ പ്രോട്ടീൻസിനെ ഡിഗ്രേഡ് ചെയ്യുന്നതൊക്കെ ഇവർ ബ്ലഡിലായിരിക്കും. പക്ഷേ ആ ഒരു MSC പ്രൊവൈഡ് അല്ലെ MSC ബൗണ്ട് ആയിട്ടുള്ള പെപ്റ്റൈഡിനെ ഇവർ ടി സെല്ലിന് പ്രസൻറ്റ് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ലിംഫോയിഡ് ടിഷ്യൂസിലായിരിക്കും. സോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ സ്കിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെരിഫറൽ ടിഷ്യൂ ലൈക്ക് സ്കിൻ, ഹെയർ അല്ലെങ്കിൽ അതുപോലെയുള്ള പെരിഫറൽ ടിഷ്യൂസിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെല്ല് ഒരു പെപ്റ്റൈഡിനെ ഡൈജസ്റ്റ് ചെയ്തു അതിനെ MSCയിലേക്ക് ബൗണ്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സ്കിന്നും പെരിഫറൽ ടിഷ്യൂസിനുള്ള ഇതുപോലെയുള്ള പാത്തോജൻസിനെ എല്ലാം ഈ ആൻറ്റിജൻ പ്രസൻറ്റ് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ലിംഫോയിഡ് ടിഷ്യൂ ആയിരിക്കും. സോ യൂഷ്വലി തൊട്ടടുത്തുള്ള ലിംഫ് നോഡിലായിരിക്കും ഈ സ്കിന്നെന്നുള്ളതെല്ലാം ഈ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് ടി സെൽസിലേക്ക് കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മ്യൂക്കസ് അസോസിയേറ്റഡ് വരുന്ന പാത്തോജൻസൊക്കെ, അതായത് നമ്മളിപ്പോൾ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റോ അതുപോലെയുള്ള ട്രാക്സിൽ ഏതെങ്കിലും പാത്തോജനെ ഈ APC അല്ലെങ്കിൽ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ അവരുടനെ ഇവരെ മൂവ് ചെയ്യുന്നത് ഈ മ്യൂക്കസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ലിംഫോയിഡ് ടിഷ്യൂ ഉണ്ട്, നമ്മൾ മാൾട്ട് എന്ന് പറയും, അവിടേക്കായിരിക്കും.
ഓക്കെ, അതുപോലെ ഇപ്പോൾ നമ്മുടെ ബ്ലഡിൽ സർക്കുലേഷൻ്റെ സമയത്തും മിക്കപ്പോഴും ഇതുപോലെ പാത്തജൻ എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ APC അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് മിക്കപ്പോഴും സ്പ്ലീനിലേക്കായിരിക്കും. സോ ഓൾവേസ് ആ ഒരു ആൻറ്റിജനെ എൻകൗണ്ടർ ചെയ്ത ഈ ആൻറ്റിജൻ സ്പെസിഫിക് പെപ്റ്റൈഡ്സ് എല്ലാം ഇവരെല്ലാം തൊട്ടടുത്തുള്ള സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ ദ സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂ ഇറ്റ് പ്രൊവൈഡ്സ് ആർക്കിടെക്ചർ ഓഫ് ദി ടിഷ്യൂ. It has an architecture of tissue that facilitates cell-to-cell interaction between the dendritic cells and the between the antigen-presenting cell and the T cell, and aids in developing an acute immune response. Okay, now what are the process? ആക്ച്വലി നമുക്ക് ആ ഒരു ആൻറ്റിജൻ പ്രസൻറ്റിങ്, അതായത് നമ്മൾ ഡെൻഡ്രൈറ്റിക് സെൽ അല്ലെങ്കിൽ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെല്ല് ഈ ഒരു പെപ്റ്റൈഡിനെ എടുത്ത് T സെല്ലിനെ എൻകൗണ്ടർ ചെയ്ത് T സെല്ലിന് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ എന്താ പറയുക സ്ഥലങ്ങളിൽ കുറച്ച് എന്താ പറയുക കുറച്ച് ഡിഫൈൻഡ് സ്റ്റെപ്സിലാണ് നടക്കുന്നത്. ലൈക്ക് ആദ്യത്തെ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ആൻറ്റിജൻ ഫസ്റ്റ് നമ്മുടെ അറ്റ് ദ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ ആൻറ്റിജനെ APC ആൻറ്റിജനെ ഡൈജസ്റ്റ് ചെയ്ത് അതിൻ്റെ പെപ്റ്റൈഡ്സ് എടുക്കുന്നു. സോ ദി ആൻറ്റിജൻ ഈസ് ടേക്കൻ അപ്പ് ബൈ ദി ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽ. നൗ ആ ഒരു പെപ്റ്റൈഡിനെ എടുത്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൻറ്റിജൻ പെപ്റ്റൈഡിനെ ക്യാരി ചെയ്തിട്ട് ഈ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽ തൊട്ടടുത്തുള്ള സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂലേക്ക് മൂവ് ചെയ്യുന്നു. ദ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ലിംഫോയിഡ് ടിഷ്യൂവിൽ റെസ്റ്റ് ചെയ്യുന്ന T സെൽസിലോ അല്ലെങ്കിൽ ആ ലിംഫോയിഡ് ടിഷ്യൂവിലേക്ക് എൻ്റർ ചെയ്യുന്ന നെയ്വ് T സെല്ലുമായിട്ട് ഈ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെല്ല് ഇൻട്രാക്ട് ചെയ്യുന്നു. അതായത് അവരുടെ MSC ബൗണ്ട് ആയിട്ടുള്ള പെപ്റ്റൈഡിനെ പ്രസൻറ്റ് ചെയ്യുന്നു. നൗ ദി ലാസ്റ്റ് ആ ഒരു തൈമസിൽ നടക്കുന്ന ഫർദർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് T സെല്ല് ആ ഒരു പെർട്ടിക്കുലർ ആൻറ്റിജന് സ്പെസിഫിക് ആയിട്ടുള്ള T സെൽ വന്നിട്ട് ഡെൻഡ്രൈറ്റിക് സെൽ MSC ആയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ബൈൻഡിങ് കാപ്പബിലിറ്റി ഉള്ള T സെല്ല് മാത്രം ആക്റ്റീവ്ലി പ്രൊലിഫറേറ്റ് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് എഫക്റ്റീവ് T സെൽസ് എന്ന് പറയുമ്പോൾ സൈറ്റോടോക്സിക് ആയിരിക്കും. സൈറ്റോടോക്സിക്കും നമ്മുടെ മെമ്മറി T സെൽസും അതുപോലെ തന്നെ ഹെൽപ്പർ T സെൽസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദോസ് സെൽസ് വിൽ മൂവ് ഔട്ട് ഓഫ് അഗെയിൻ തൈമസ് ആ ഡെവലപ്മെൻറ്റ് ചെയ്തതിനു ശേഷം എഫക്റ്റീവ് സെൽസ് എല്ലാം വീണ്ടും നമ്മുടെ ഒന്നെങ്കിൽ ലിംഫസിലേക്കോ എഫറൻ ലിംഫസിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് ബ്ലഡ് സർക്കുലേഷനിലേക്കോ പോകുന്നു ടു ദ നെക്സ്റ്റ് ആ ഒരു ഇൻഫെക്ഷൻ സൈറ്റിലേക്ക് പോകും in order to cope up with the infection. അപ്പോൾ ഇതാണ് ഒരു T സെൽ ആക്ടിവേഷനിൽ നടക്കുന്ന മേജർ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ആൻറ്റിജൻ ഇസ് ടേക്കൺ അപ്പ് ബൈ ദി ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽ. നോ നമ്മൾ ഹെമറ്റോപോയ്സിസ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു there are two type of dendritic cells. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെല്ലാണ് ഡെൻഡ്രൈറ്റിക് സെൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അവരുടെ ഫംഗ്ഷൻ ആൻഡ് റിസൈഡിങ് പ്ലേസ് അനുസരിച്ചാണ് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറയുന്നത്. വൺ ഇസ് ഇമ്മെച്യൂർ ഡെൻഡ്രൈറ്റിക് സെൽസ് ആൻഡ് മെച്യൂർ ഡെൻഡ്രൈറ്റിക് സെൽസ്. അപ്പോൾ ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറയുന്നത് ആക്ച്വലി ടിഷ്യൂ റെസിഡൻ്റ് ആയിട്ടുള്ള മാക്രോഫേജസ് ആണ്. സോ വെനെവർ ഇപ്പോൾ ഒരു ടിഷ്യൂവിൽ നിൽക്കുന്ന ഡെൻഡ്രൈറ്റിക് സെൽ ഒരു ആൻറ്റിജനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാതെ നമ്മുടെ ഹെമറ്റോപോയ്സിസ് കഴിഞ്ഞ് ബോൺ മാരോന്ന് റിലീസ് ചെയ്ത് മൈലോയിഡ് ഡിറൈവ്ഡ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഡെൻഡ്രൈറ്റിക് സെൽസ് ടിഷ്യൂസിൽ റിസൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് ഇമ്മെച്യൂർ ഡെൻഡ്രൈറ്റിക് സെൽസ്, ബിക്കോസ് ദേ ഹാവ് നോട്ട് യെറ്റ് കം ഇൻ കോൺടാക്ട് വിത്ത് എനി കൈൻഡ് ഓഫ് ആൻറ്റിജൻ. ഇനി വെൻ ദിസ് dendritic cells comes in contact with an antigen, അവിടെ ഒരു ഡെൻഡ്രൈറ്റിക് സെല്ലിൻ്റെ തന്നെ ഒരു മോർഫോളജിയും അതിൻ്റെ ഒരു ജെനറ്റിക് എന്താ പറയുക ജീൻ എക്സ്പ്രഷനും ഒക്കെ ചേഞ്ച് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു മൈഗ്രേറ്റ് ടു ദ നെക്സ്റ്റ് സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂ. നിയറസ്റ്റ് ആയിട്ടുള്ള ഏത് സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂ ആണോ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ലിംഫോയിഡ് ടിഷ്യൂവിൽ എൻറ്റർ ചെയ്ത് ഈ മോർഫോളജിയും അതുപോലെ തന്നെ അതിലെ പ്രോട്ടീൻ എക്സ്പ്രഷനും സെൽ സർഫസ് മാർക്കർ എക്സ്പ്രഷനും ഒക്കെ ചേഞ്ച് ആയിട്ടുള്ള ആ ഒരു ഡെൻഡ്രൈറ്റിക് സെല്ലിനെയാണ് നമ്മൾ മെച്യൂർ ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറയുക. So dendritic cell can be immature dendritic cells and mature dendritic cells. അപ്പോൾ ഈ ആൻറ്റിജനുമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്നത് ഇമ്മെച്യൂർ ആയിട്ടുള്ള ഡെൻഡ്രൈറ്റിക് സെൽസ് ആയിരിക്കും. സോ മൈലോയിഡ് ഡെൻഡ്രൈറ്റിക് സെൽസ്, അതായത് മൈലോയിഡ് പ്രൊജനി ഡിറൈവ് ചെയ്ത ഡെൻഡ്രൈറ്റിക് സെൽസ് are called immature dendritic cells, and these will capture the antigens at the site of infection, transport them to the secondary lymphoid tissue and present them to named T cells. Now, as it moves, changes occurs in the dendritic cell surface molecules, functions and morphology. അതായത് സർഫസ് റിസപ്റ്റേഴ്സിൽ ചേഞ്ചസ് ഉണ്ടാവും, അവരുടെ മോർഫോളജിയിൽ ചേഞ്ച് ഉണ്ടാവും. സോ ലിറ്ററലി അവരുടെ ഫംഗ്ഷനും ചേഞ്ച് ചെയ്യും. സോ ഒരു ഇമ്മേച്യൂർ ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആൻറ്റിജനെ ബൈൻഡ് ചെയ്യുക, ആൻറ്റിജനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇമ്മേച്യൂർ ഡെൻഡ്രൈറ്റിക് സെൽ പിന്നെ മൂവ് ചെയ്യുമ്പോൾ, അതായത് സൈറ്റ് ഓഫ് ഇൻഫെക്ഷനിൽ നിന്ന് പിന്നീട് അടുത്ത സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂവിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവരുടെ ഈ ആൻറ്റിജൻ ക്യാപ്ചർ ചെയ്യുന്ന ഈ കാപ്പബിലിറ്റി കുറയും.
പിന്നെ പകരം എന്ന് വെച്ചാൽ ആൻറ്റിജനായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി കുറഞ്ഞിട്ട് ടി സെല്ലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. സോ ആൻറ്റിജനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സർഫസ് റിസപ്റ്റേഴ്സ് പോയിട്ട് ടി സെല്ലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സർഫസ് റിസപ്റ്റേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ മോർഫോളജിയും ചേഞ്ച് ആവും. ഈ ഒരു നമ്മുടെ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇമ്മെച്യൂർ ഫോമിൽ ഇവർക്ക് ഈ ഒരു ഡെൻഡ്രൈറ്റിക് സെൽസ് എന്നുള്ള പേര് വരുന്ന അവരുടെ ഡെൻഡ്രൈറ്റ്സ് കാരണമാണല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു ഡെൻഡ്രൈറ്റ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇമ്മെച്യൂർ ഫോമിൽ കുറച്ച് കുറവായിരിക്കും. ബട്ട് വെൻ ദേ എൻ്റർ ഇൻ ടു ദ സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂ അവിടെ ടി സെല്ലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഒരു ഡെൻഡ്രൈറ്റ്സിൻ്റെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടും. സോ ദിൽ ഹാവ് മച്ച് മോർ ഇലാബറേറ്റഡ് ഡെൻഡ്രൈറ്റ്സ് സോ ആസ് ടു പ്രൊവൈഡ് മോർ സർഫസ് ഏരിയ ഫോർ ഇൻട്രാക്ഷൻ വിത്ത് ടി സെൽസ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷനായിട്ടും മോർഫോളജി ആയിട്ടും അതുപോലെ തന്നെ സെൽ സർഫസ് മോളിക്യൂൾസിൻ്റെ ആയാലും പല രീതിയിലും ചേഞ്ചസ് ഡെൻഡ്രൈറ്റിക് സെൽസിൽ ഒക്കെ ചെയ്യും ആ സമയത്ത്. സോ ദേ വിൽ ലൂസ് ദി എബിലിറ്റി ടു ക്യാപ്ചർ, അപ്ടേക്ക് ആൻഡ് പ്രോസസ് ആൻറ്റിജൻസ് ആൻഡ് ദേ വിൽ ഗെയിൻ ദ കപ്പാസിറ്റി ടു ആക്ടിവേറ്റ് നേറ്റ് ടി സെൽ സച്ച് ആസ് ദി എക്സ്പ്രഷൻ ഓഫ് CCR7. നോ CCR7 എന്ന് പറയുന്നത് ഒരു കീമോകൈൻ റിസപ്റ്ററാണ്. നമ്മളതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ പറയും. അഗെയിൻ CCR7 എന്ന് പറയുന്നത് ടി സെല്ലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൽ സർഫസ് റിസപ്റ്ററാണ്. ഓക്കെ, നൗ ഓൺ മൈഗ്രേഷൻ ടു ദ ലിംഫ് നോഡ് ദേ സെറ്റിൽ ഇൻ ദി ടി സെൽ ഏരിയാസ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ഇൻ ടു മെച്യൂർ ഡെൻഡ്രൈറ്റിക് സെൽസ് ഓർ ആക്ടിവേറ്റഡ് ഡെൻഡ്രൈറ്റിക് സെൽസ്. സോ പാത്തജനായിട്ട് അല്ലെങ്കിൽ പാത്തജൻ ഡിറൈവ്ഡ് പെപ്റ്റൈഡായിട്ട് ക്യാരി ചെയ്യുന്ന ആൻറ്റിജൻ പ്രസൻറ്റിക് സെൽ ഓർ ഡെൻഡ്രൈറ്റിക് സെൽ ദേ വിൽ എൻ്റർ ഇൻ ടു ദി സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂ. ആ സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂവിൽ മിക്കപ്പോഴും കോട്ടക്സിലായിരിക്കും ടി സെൽ കുറച്ച് ടി സെൽ റിച്ച്നെസ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും. ടി സെൽ സോണിൽ ടി സെൽ ഏരിയ എന്നൊക്കെ പറയുന്ന ഒരു പോർഷൻ മിക്കപ്പോഴും ഇത് കോട്ടക്സിലായിരിക്കും സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂസിൽ. സോ these antigen presenting cell will enter into this that particular T cell area and it will reside there. അവിടെ റിസൈഡ് ചെയ്യും ആൻഡ് വെയിറ്റ് ഫോർ എ ടി സെൽ. അത് ഇവർ ക്യാരി ചെയ്ത ഈ ഒരു പെപ്റ്റൈഡ് ഫ്രാഗ്മെൻറ്റിനുമായിട്ട് ഏറ്റവും ബൈൻഡിങ് ക്യാപ്പബിലിറ്റി ഉള്ള ടി സെൽ വരുന്നവരെ ഇവർ അവിടെ റിസൈഡ് ചെയ്യും ആൻഡ് വിൽ അലോ ഓൾ ദി ഇൻകമ്മിങ്. അപ്പോൾ ഈ സർക്കുലേറ്റ് ചെയ്ത എല്ലാ നെർവ് സെൽസും വന്ന് ഇവർ പ്രസൻറ്റ് ചെയ്യുന്ന പെപ്റ്റോയിഡായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യും. സോ ടി സെൽ വരും, ഇൻട്രാക്ട് ചെയ്യും. ഓക്കെ, ബൈൻഡിങ് അത് സ്പെസിഫിക് അല്ല, ആൻറ്റിജൻ സ്പെസിഫിക് അല്ല എന്ന് പറയുമ്പോൾ ദാറ്റ് ടി സെൽ വിൽ ലീവ്. വീണ്ടും അടുത്ത ടി സെൽ വന്ന് ഇൻട്രാക്ട് ചെയ്യും. അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ചെയ്ത് ഫൈനലി ഈ ആൻറ്റിജൻ പ്രസൻറ്റിക് സെല്ല് പ്രൊവൈഡ് ചെയ്യുന്ന പെപ്റ്റൈഡുമായിട്ട് ബൈൻഡിങ് കേപ്പബിലിറ്റി ഉള്ള ടി സെൽ വരുന്നവരെ അവർ ഈ പറയുന്ന സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂവിലെ ടി സെൽ ഏരിയയിൽ റിസൈഡ് ചെയ്യും. ആൻഡ് വൺസ് ദാറ്റ് പെർട്ടിക്കുലർ ടി സെൽ അറ്റാച്ചസ്, ആ ഒരു ടി സെൽ വന്ന് അറ്റാച്ച് ചെയ്ത് അവർ പെപ്റ്റൈഡായിട്ട് എന്താ പറയുക കമ്പാറ്റബിലിറ്റി ഉള്ളൊരു ടി സെൽ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ ദാറ്റ് പെർട്ടിക്കുലർ ടി സെൽ selectively activated and differentiated and proliferated to produce the effector cells. അപ്പോൾ ആ ഒരു സെറ്റിൽ ചെയ്തിരിക്കുന്ന ഡെൻഡ്രൈറ്റിക് സെൽസിനെയാണ് നമ്മൾ മെച്യൂർ ഡെൻഡ്രൈറ്റിക് സെൽസ് ഓർ ആക്ടിവേറ്റഡ് ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ആക്ടിവേറ്റിംഗ് നെയിം ടി സെൽസ്. നൗ morphology change ഞാൻ പറഞ്ഞ പോലെ on maturation the finger like process called dendrites becomes highly elaborated and facilitates the interaction with the T cells in the cortex of the lymph node അല്ലെങ്കിൽ like other secondary lymphoid tissues also. Now dendritic cells confined to the outermost part of the cortex of the lymph node. ഇപ്പോൾ lymph node ആയാലും വേറെ ബാക്കി എല്ലാ സെക്കൻഡറി ടിഷ്യൂസ് ആയാലും ഏത് ഏരിയയിലാണോ ടി സെൽ കോൺസെൻട്രേഷൻ, അതായത് ടി സെൽ ഏരിയ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ട് സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂസിലുള്ളത്, ആ ടി സെൽ പ്രസൻ്റ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കും ഈ ഒരു ഡെൻഡ്രൈറ്റ്സും ഫോക്കസ് അല്ല കൺഫൈൻഡ് ആയിട്ടുണ്ടാവുക. And which is where naive T cells congregate and they focus on activating naive T cells. Now ഈ ഡെൻഡ്രൈറ്റിക് സെൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽ, ഇമ്പോർട്ടൻ്റ് ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽ എന്ന് പറയുന്നത് മൈക്രോഫേജ് ആണ്. മൈക്രോഫേജും ബോൺ മാരോ ഡിറൈവ്ഡ് ആണ്. സോ ബോൺ മാരോയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂസിൽ റിസൈഡ് ചെയ്യുന്ന മൈക്രോഫേജസ് ഉണ്ട്. സോ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ടി സെല്ലിന് MHC മോളിക്യൂൾസ് വഴി പെപ്റ്റൈഡ് മോളിക്യൂൾസ് പ്രസൻറ്റ് ചെയ്യുന്ന ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെല്ല്, പ്രൊഫഷണൽ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് 3 ഉണ്ടെന്നാണ് നമ്മൾ പറയുക. ഡെൻഡ്രൈറ്റിക് സെൽസ്, മൈക്രോഫേജസ് ആൻഡ് ആക്ടിവേറ്റഡ് ബി സെൽസ്. ബട്ട് ആക്ച്വലി ടി സെൽ ആക്ടിവേഷന് കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റിക് സെൽസാണ്. മൈക്രോഫേജസും ബി സെല്ലും ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഡെൻഡ്രൈറ്റിക് ടി സെൽസുമായിട്ടാണ് കൂടുതൽ ഇൻട്രാക്ഷൻ നടക്കുക.
സോ ടി സെൽ ആക്ടിവേഷന് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽ എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ്സ് ആയിരിക്കും. മാക്രോഫേജിൽ ഈ ഡെൻഡ്രൈറ്റ്സ് എൻ്റർ ചെയ്യുന്ന സമയത്തും ടി സെൽ ആക്ടിവേഷൻ നടക്കുന്ന സമയത്തും മാക്രോഫേജസ് നമ്മുടെ സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂസിലുണ്ട്. ബട്ട് അവിടെ മാക്രോഫേജസിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂസിലേക്ക് ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യുന്ന ലിംഫ് വഴിയോ അല്ലെങ്കിൽ ബ്ലഡ് വഴിയോ എൻ്റർ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും പാത്തജനോ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏതെങ്കിലും ബാക്ടീരിയോ വൈറസോ ഉണ്ടെങ്കിൽ അവരെ ക്യാപ്ചർ ചെയ്ത് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂ, അത് സ്പ്ലീൻ ആയിക്കോട്ടെ ലിംഫ് നോഡ് ആയിക്കോട്ടെ, ഏതൊരു സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂ ആയിരിക്കും, അതിലേക്ക് ഡയറക്റ്റ് എൻട്രി എന്താ പറയുക ഡക്റ്റ് വഴി എൻ്റർ ചെയ്യുന്ന ബ്ലഡ് വഴി ലിംഫ് വഴി എൻ്റർ ചെയ്യുന്ന പാത്തജൻസിനെ ക്യാപ്ചർ ചെയ്ത് സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂവിനെ ഒരു ഇൻഫെക്ഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാക്രോഫേജസിൻ്റെ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാക്രോഫേജ് മീഡിയേറ്റഡ് ലിംഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. സോ it is actually highly efficient and absolutely critical because it prevents any infection of this any infection in the secondary lymphoid tissue. ഏതെങ്കിലും മൈക്രോബ്സ്, ഹാംഫുൾ മൈക്രോബ്സ് സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂസ് എൻ്റർ ചെയ്യുന്നതിൽ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന മാക്രോഫേജസ് ആണ്. ആൻഡ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ തൈമസിലും ബാക്കി ഇതിൽ പറയുന്ന പോലെ സെലക്ഷൻ വഴി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഓഫ് മെച്യൂറേഷൻ ഉണ്ടാവില്ലേ, അത് എഫക്റ്റീവ് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്പാറ്റബിലിറ്റി ഇല്ലാത്ത സെൽസോ അല്ലെങ്കിൽ ഒരുവിധം സർവൈവൽ കേപ്പബിലിറ്റി കഴിഞ്ഞ സെൽസോ അങ്ങനെ എന്തെങ്കിലും സെൽ ഡെബ്രിസോ വേസ്റ്റ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ അപ്പോപ്റ്റോസിസ് വഴി സെൽ ഡെത്തിന് വിധിക്കപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള സെൽസോ ഒക്കെ ഉണ്ടാവില്ല, അവരെല്ലാം റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് മാക്രോഫേജസിൻ്റെ സെക്കൻഡ് ഫംഗ്ഷൻ നമ്മുടെ സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂസിലുള്ളത്. സോ അവർ ടി സെൽ ആക്ടിവേഷനിൽ റോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ബട്ട് ആൻറ്റിജൻ പ്രസൻറ്റിംഗ് ഉണ്ട്. ബട്ട് ടി സെൽ ആക്ടിവേഷനിൽ ഏറ്റവും കൂടുതൽ റോള് ചെയ്യുന്നത് ഈ പറയുന്ന ഡെൻഡ്രൈറ്റിക് സെൽസ് ആണ്. ഇനി ആക്ടിവേഷനും പ്രൊലിഫറേഷനും കഴിഞ്ഞ് നമ്മുടെ എഫക്റ്റീവ് ടി സെൽസ് വരുമല്ലോ, അതായത് ഹെൽപ്പർ ടി സെൽസും സൈറ്റോടോക്സിക് ടി സെൽസും, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവർക്ക് ഈ പറയുന്ന പോലെ പെപ്റ്റൈഡ്സ് പ്രസൻറ്റ് ചെയ്യുന്നതാണ് ബി സെല്ലിൻ്റെയും മാക്രോഫേജസിൻ്റെയും മെയിൻ ഫംഗ്ഷൻ അലോങ് വിത്ത് ഡെൻഡ്രൈറ്റിക് സെൽസ്. ഓക്കെ, സോ ദിസ് ഇസ് എ ടിപ്പിക്കൽ സ്ട്രക്ചർ ഓഫ് എ ലിംഫ് നോഡ്. അപ്പോൾ ലിംഫ് നോഡിൽ ഹിയർ ബ്ലഡ് സപ്ലൈ ഉണ്ട്, അതുപോലെ തന്നെ യു ഹാവ് എഫറൻറ്റ് ലിംഫാറ്റിക് വെസൽ. നമ്മുടെ ലിംഫ് നോഡിൽ നിന്നുള്ള മെറ്റീരിയലെല്ലാം ഇപ്പോൾ ഈവൻ ആൻറ്റിബോഡീസ് ആണെങ്കിലും അല്ലെങ്കിൽ ടി സെൽസ് ആണെങ്കിലും അടുത്ത ലിംഫ് നോഡിലേക്ക് അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് മൂവ് ഔട്ട് ചെയ്യുന്നത് ഈ എഫറൻറ്റ് ലിംഫാറ്റിക് വെസൽസിലാണ്. അതുപോലെ തന്നെ എൻ്റർ ചെയ്യുന്നത് എഫറൻറ്റ് ലിംഫാറ്റിക് വെസൽസിലാണ്. അപ്പോൾ ഇവിടെ മാക്രോഫേജസിൻ്റെ അളവ് കൂടുതലായിരിക്കും. സോ ഈ ഒരു എഫറൻറ്റ് ലിംഫാറ്റിക് വെസൽ വഴി ഏതെങ്കിലും മൈക്രോ ഓർഗാനിസംസ് കയറുകയാണെങ്കിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഇവരെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു എന്താ പറയുക ഈ ഒരു എഫറൻറ്റ് ലിംഫാറ്റിക് വെസലിൻ്റെ സൈഡിൽ റിസൈഡ് ചെയ്തിരിക്കുന്ന മാക്രോഫേജസ് ആയിരിക്കും. നൗ ഈ ഒരു ബ്ലൂ ഏരിയയാണ് ടി സെൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഡെൻഡ്രൈറ്റിക് സെൽസ് ഈ പറയുന്ന ലിംഫ് നോഡിൽ എൻ്റർ ചെയ്യുന്ന നമ്മൾ പറയും. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡെൻഡ്രൈറ്റിക് സെൽസ് റിസൈഡ് ചെയ്യുന്നതും ഈ പറയുന്ന ടി സെൽ ഏരിയസിലായിരിക്കും. ഓക്കെ, നൗ antigen presenting. So how do the dendritic cells present the antigen to T cells? No, നമുക്കറിയാം there are നമ്മൾ ഇൻട്രാസെല്ലുലർ പാത്തജൻസിനെയും പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രാ സെല്ലുലർ പാത്തജൻസും പറഞ്ഞിട്ടുണ്ട്. സോ കൂടുതലും എക്സ്ട്രാ സെല്ലുലർ പാത്തജൻസിനെ ഒരു ടി സെല്ലിലേക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് MHC ക്ലാസ് 2 മോളിക്യൂൾസ് വഴിയായിരിക്കും. ഇൻട്രാസെല്ലുലർ പാത്തജൻസ് ആണെങ്കിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് MHC ക്ലാസ് 1 മോളിക്യൂൾസ് വഴിയായിരിക്കും. ഇൻട്രാസെല്ലുലർ പാത്തജൻ എന്ന് പറയുമ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷനായിട്ട് നിൽക്കുന്ന പാത്തജൻസ് ലൈക്ക് വൈറസ്, പിന്നെ അതുപോലെ തന്നെ എൻഡോസോമിൽ റിലേറ്റഡ് കുറച്ച് മൈക്രോബ്സ് ഉണ്ട് എൻഡോസോമിൽ നിന്ന് ഇൻഫെക്ഷൻ നടക്കുന്നത്. സോ അവർ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഇൻഫെക്ഷൻ ആയിരിക്കും. ബാക്കി എല്ലാ പാത്തജൻസും ലൈക്ക് ബാക്ടീരിയ, ഫംഗൈ, ബാക്കി എല്ലാ പാത്തജൻസും എക്സ്ട്രാ സെല്ലുലർ ആയിരിക്കും. സോ അവരെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് MHC ക്ലാസ് 2 മോളിക്യൂൾസ് വഴിയായിരിക്കും. ഓക്കെ,
നോ ഈ പാത്തജനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ മൈക്രോഫേജസിൽ നമ്മൾ പാറ്റേൺ റെക്കഗ്നീഷൻ മോളിക്യൂൾസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് റിസപ്റ്റേഴ്സ് ഉണ്ട് ദാറ്റ് ക്യാൻ ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പാത്തജൻസ്. അവരുടെ ലിപ്പോപോളിസാക്കറൈഡ്സോ അല്ലെങ്കിൽ അവരുടെ പെപ്റ്റൈഡ് കണ്ടൻറ്റോ അതോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ആൻറ്റിജൻ സർഫസിൽ കാണുന്ന ഏത് മോളിക്യൂളിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ റെക്കഗ്നീഷൻ മോളിക്യൂൾസ് മൈക്രോഫേജസിൻ്റെ ഡെൻഡറിക് സെൽസിൻ്റെ ഒക്കെ സർഫസിലുണ്ട്. സോ there are different receptor molecules and signaling molecules on the surface of dendritic cells. അപ്പോൾ once this pathogen, സപ്പോസ് ഒരു എക്സ്ട്രാ സെല്ലുലർ പാത്തജൻ വന്ന് ഡെൻഡറിക് സെൽസിൻ്റെ അടുത്ത് റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആ പാത്തജനെ റെക്കഗ്നൈസ് ചെയ്യുന്ന മോളിക്യൂൾ യൂഷ്വലി ഒന്നെങ്കിൽ ഒരു എൻഡോസൈറ്റിക് മോളിക്യൂൾ അല്ലെങ്കിൽ സിഗ്നലിംഗ് മോളിക്യൂൾ ലൈക്ക് TLR പോലെയുള്ള മോളിക്യൂൾസ് വന്ന് അറ്റാച്ച് ചെയ്തിട്ട് ആ ഒരു പാത്തജനെ നമ്മുടെ ഡെൻഡറിക് സെല്ല് എൻഗൾഫ് ചെയ്യും. സോ the DC surface or dendritic cell surface consists of endocytic and signaling receptors that recognize the components of pathogen and bind them. Now, if an extracellular pathogen binds to the endocytic receptors, endocytic receptor DC cell മേലെയുള്ള endocytic receptor ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ഒരു പാത്തജൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ endocytic receptors പോയിട്ട് പാത്തജനെ ബൈൻഡ് ചെയ്യും. Now the pathogen will get endocytosed. അപ്പോൾ ആ ഒരു പാത്തജനെ ഡെൻഡറിക് സെല്ല് എൻഡോസൈറ്റോസിസ് ചെയ്യും. ഇങ്ങനെ റിസപ്റ്റർ മീഡിയേറ്റഡ് ആയിട്ട് പാത്തജനെ എൻഡോസൈറ്റോസ് ചെയ്യുമ്പോൾ പാത്തജനെ കൂടാതെ ഈ എക്സ്ട്രാ സെല്ലുകളിൽ കാണുന്ന കുറച്ച് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡും കൂടെ അതിൻ്റെ കൂടെ അപ്റ്റേക്ക് ചെയ്യും. സോ അങ്ങനെ റിസപ്റ്റർ മീഡിയേറ്റഡ് ആയിട്ട് എൻഗൾഫ് ചെയ്യുന്ന പാത്തജനെ ആ എൻഗൾഫ് ചെയ്യുന്ന പ്രോസസ്സിനെ അലോങ് വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് ഇസ് നോൺ ആസ് മൈക്രോപൈനോസൈറ്റോസിസ്. സോ receptor mediated endocytosis. So the pathogens will be recognized by the receptors, and that pathogen along with a small volume of extracellular fluid is taken up by the dendritic cells. So ആ ഒരു പാത്തജനും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡും കൂടെ എൻഗൾഫ് ചെയ്യും, മൈക്രോപൈനോസൈറ്റോസിസ്. ഈ എൻഡോസൈറ്റിക് ആൻഡ് ഫോം എൻഡോസൈറ്റിക് വെസിക്കിൾ. ഈ എൻഡോസൈറ്റിക് വെസിക്കിൾ പിന്നീട് ഒരു ലൈസോസോമുമായിട്ട് ബൈൻഡ് ചെയ്ത് ആ ഒരു പാത്തജനെ ഡിഗ്രേഡ് ചെയ്ത് പാത്തജൻ സ്പെസിഫിക് ആയിട്ടുള്ള പെപ്റ്റൈഡ്സിനെ മാത്രം പിന്നീട് MSC നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വഴി പ്രൊവൈഡ് ചെയ്ത MSC ക്ലാസ് 2 മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ആ ഒരു പാത്തജൻ സ്പെസിഫിക് ആയിട്ടുള്ള പെപ്റ്റൈഡിനെ ക്യാരി ചെയ്യുന്ന MSC മോളിക്യൂൾ പിന്നീട് സെൽ സർഫസിലേക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്ത് വിടും. ഇനി നമ്മുടെ ആ ഒരു പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു പാത്തജൻ മീൻസ് പെപ്റ്റൈഡ് ബിയർ ചെയ്യുന്ന MSC മോളിക്യൂളിനെ പിന്നീട് T സെൽ ഏരിയയിൽ വെച്ചിട്ട് അതായത് ലിംഫ് നോഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ T സെല്ല് റെക്കഗ്നൈസ് ചെയ്യും. Now, if the pathogen is not recognized by any of the എൻഡോസൈറ്റിക് റിസപ്റ്റേഴ്സ്, അത് എൻഡോസൈറ്റിക് റിസപ്റ്റർ അല്ല, പകരം വേറെ ഏതെങ്കിലും സിഗ്നലിംഗ് റിസപ്റ്റർ പാത്തജൻ ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഏതെങ്കിലും അതർ റിസപ്റ്റേഴ്സ് ലൈക്ക് TLR നമ്മുടെ ടോൾ ലൈക്ക് റിസപ്റ്റർ പോലെയുള്ള ഏതെങ്കിലും ഒരു റിസപ്റ്റർ, ഇപ്പോൾ അവരുടെ ലിപ്പോപോളിസാക്കറൈഡ് കണ്ടൻറ്റോ അല്ലെങ്കിൽ അവരുടെ ബാക്ടീരിയൽ പ്രോട്ടീൻസോ ബാക്ടീരിയൽ DNA വൈറൽ DNA അങ്ങനെ എന്തെങ്കിലും റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റിസപ്റ്റർ മീഡിയേറ്റഡ് അല്ലെ റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് അല്ല, പകരം ആ പാത്തജനെ ആ ഒരു പാത്തജൻ ഉള്ള ഏരിയ കംപ്ലീറ്റ് അങ്ങ് എൻഗൾഫ് ചെയ്യാൻ നോക്കും ഈ ഒരു ഡെൻഡറിക് സെൽ. സോ ആ സമയത്ത് നോൺ ടാർഗറ്റ് ആയിട്ടുള്ള എൻഗൾഫിങ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ നമ്മുടെ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡും കൂടെ ഇവർ എൻഗൾഫ് ചെയ്യും. ആൻഡ് ദാറ്റ് പ്രോസസ് നോൺ ആസ് മൈക്രോപൈനോസൈറ്റോസിസ്. സോ ടാർഗറ്റ് നമ്മുടെ ഒരു റിസപ്റ്റർ മീഡിയേറ്റഡ് അല്ലാതെ നോൺ ടാർഗറ്റഡ് ആയിട്ടുള്ള പാത്തജൻസിനെ വലിയ എമൗണ്ടിൽ എൻഗൾഫ് ചെയ്യുന്നതിനാണ് നമ്മൾ മൈക്രോപൈനോസൈറ്റോസിസ് എന്ന് പറയാം. So the pathogens not recognized by the endocytic receptors, they are non-specific ingestion of large volumes of extracellular fluid plus the pathogens, and again the process continues. Our pathogen ഒരു endocytic vesicle enclose ചെയ്യും. Endocytic vesicle will fuse with the lysosome and the pathogen will be degraded into small peptide units. Our peptides in a MSC class 2 molecule ആയിട്ട് present ചെയ്യും. Okay, so these are the two pathways in which the extracellular pathogens are expressed by MSC molecules on the dendritic cells. Now, if it is intracellular pathogen, അതായത് വൈറസ് പോലെയുള്ള ഒരു ഇൻട്രാസെല്ലുലർ പാത്തജൻ ആണെങ്കിൽ ഒന്ന് there are two possibilities. ഒന്ന് the virus can infect the dendritic cell. അപ്പോൾ വൈറസ് ആ ഒരു ഡെൻഡറിക് സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറൽ DNA ആയിരിക്കും എൻട്രി ചെയ്യുക.
സോ വൈറൽ DNA എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ആ വൈറസ് ഹോസ്റ്റ് സെല്ലിൻ്റെ DNA ഇൻകോപ്പറേറ്റ് ചെയ്ത് വൈറൽ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ് അടുത്ത വൈറൽ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഡ്യൂറിങ് വൈറൽ ഇൻഫെക്ഷൻ the viral DNA can enter the nucleus and the host nucleus can produce viral particles, ഒന്നെങ്കിൽ അടുത്ത വൈറൽ പ്രൊജീനിയോ അല്ലെങ്കിൽ വൈറൽ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് ദീസ് വൈറൽ പ്രോട്ടീൻസ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ആൻഡ് പ്രസൻറ്റഡ് ബൈ ദി MSC മോളിക്യൂൾ ഓൺ ദി സർഫസ്. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈറൽ പ്രോട്ടീൻസ് മിക്കപ്പോഴും MSC class 1 പ്രോട്ടീൻസ് ആയിരിക്കും, MSC class 1 മോളിക്യൂൾസ് ആയിരിക്കും സെൽ സർഫസിലേക്ക് സബ്മിറ്റ് ചെയ്യാം. നൗ ഇഫ് മോസ്റ്റ്ലി ഒരു ഇൻഫെക്റ്റഡ് സെല്ലാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇപ്പം ഈവൻ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന സമയത്താണ് ഈ ഒരു ഡെൻഡ്രൈറ്റിക് സെല്ലിന് ഒരു വൈറസ് ഇൻഫെക്ഷൻ ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മാക്രോഫേജ് ഈ പറയുന്ന വൈറസ് ഇൻഫെക്റ്റഡ് ആയി ആ ഒരു വൈറസ് പ്രോട്ടീൻ ഡിഗ്രേഡ് ചെയ്ത് MSCയിൽ ബൗണ്ട് ചെയ്ത് സർഫസിലേക്ക് അയക്കുമ്പോഴത്തേക്കും മീൻ വൈൽ ഈ ഒരു ഡെൻഡ്രൈറ്റിക് സെല്ല് അടുത്ത ലിംഫ് നോഡിലേക്കോ അല്ലെങ്കിൽ വേറെ അടുത്ത സെക്കൻഡറി ലിംഫോ ടിഷ്യൂയിലേക്കോ ഉള്ള മൂവ്മെൻറ്റിലായിരിക്കും. ഒരു പക്ഷേ ലിംഫോ ടിഷ്യൂ എത്തുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഇൻ കേസ് ഈ ഒരു ഡെൻഡ്രൈറ്റിക് സെല്ല് കംപ്ലീറ്റ്ലി ഡെഡായി പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ റിലീസ് ദി വൈറൽ പാത്തജൻ. അപ്പോൾ തൊട്ടടുത്ത എവിടെയാണോ അപ്പോൾ ഈ ഒരു എൻട്രിക്ക് മുന്നേ ഈ പറയുന്ന ഡെൻഡ്രൈറ്റിക് സെൽ ഡെഡ് ആവുന്നത് അവിടെയുള്ള ഡെൻഡ്രൈറ്റിക് സെൽസ് വീണ്ടും ഈ ഒരു വൈറസ് മോളിക്യൂൾസിനെ അല്ല വൈറലിനെ ഒന്നിക്ക് വൈറസ് പ്രോട്ടീൻസിനെ ക്യാപ്ചർ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ആ വൈറസ് തൊട്ടടുത്തുള്ള സൈറ്റ്സിനെ ഡെൻഡ്രൈറ്റിക് സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യും. ആ ഡെൻഡ്രൈറ്റിക് സെൽസ് വേഗം അപ്പോഴത്തേക്കും ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുമല്ലോ. അടുത്ത ഡെൻഡ്രൈറ്റിക് സെൽസ് വീണ്ടും തൊട്ടടുത്തുള്ള ആ ഒരു സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂവിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയും സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ഈ സെൽ ആസച്ച് അവിടം വരെ എത്തും, അതർവൈസ് ഇറ്റ് ക്യാൻ നോട്ട് റീച്ച്. അവിടം വരെ എത്തുന്നതിന് മുന്നേ തന്നെ സെൽ ഡെത്തായി പോകുന്ന സംഭവമുണ്ട്. During a viral infection, the DC or dendritic cells themselves become infected. They make the viral proteins, process them to peptides and present them to MSC class 1 molecules, CD8 cytotoxic T cells in വേണ്ടിയിട്ട്. Now if the dendritic cell is not able to reach the secondary lymphoid tissue, then the dying dendritic cell will release the virus which can infect healthy dendritic cells residing in the lymph node, and newly infected dendritic cells will present the viral antigen through their MSC class 1 molecules. Now the MSC class 1 molecules will be loaded with the particular viral DNA. Now another process എന്ന് പറയുന്നത് it's known as cross presentation. Cross presentation എന്ന് പറയുന്നത് പറഞ്ഞു ഇത് വൈറസ് അറ്റാക്ക് ചെയ്ത വൈറസ് ഇൻഫെക്ഷൻ നടന്ന സമയത്താണ് നമ്മളിത് പറഞ്ഞത്. Now there are certain conditions in which വൈറസ് ഇൻഫെക്ഷൻ വരുന്നതിന് തൊട്ട് മുന്നേ വൈറസ് എത്തുമ്പോൾ തന്നെ വൈറസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ടേക്കപ്പ് ചെയ്യുന്ന പ്രോസസ്. സോ ദ DC will take up the viral particle by endocytosis and degrade in the endocytic vesicle. Okay, this is transferred to exocytic pathway and the peptide is loaded onto MSC class 1 molecule. So the virusനെ തന്നെ as such ഒരു endocytic vesicle-ലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കുകയാണ്. So the virus as such is engulfed, transferred into endocytic vesicle. Endocytic vesicle നിന്ന് പിന്നീട് അതിനെ ഡിഗ്രേഡ് ചെയ്ത് ആ ഒരു പെപ്റ്റൈഡ് മോളിക്യൂളിന് വൈറൽ പെപ്റ്റൈഡിനെ പിന്നീട് MSC class 1 വഴി പ്രസൻറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെയാണെങ്കിലും class 1 ഇവരെല്ലാം CD8 cells പ്രസൻറ്റ് ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞത്. ഓൾ ദീസ് ആർ the MSC are capable of presenting them to either mature CD8 T cells or they can be presented to naive T cells. Okay. Now virus അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇൻട്രാസെല്ലുലർ പാത്തോജൻസ് ആണെങ്കിൽ they will be presented to cytotoxic T cells. Now ഇപ്പോൾ suppose we have the antigen bound ആയിട്ടുള്ള ആൻറ്റിജൻ റെക്കഗ്നൈസ് ആയിട്ടുള്ള ഒരു ഡെൻഡ്രൈറ്റിക് സെല്ലുണ്ട്. ഡെൻഡ്രൈറ്റിക് സെല്ല് ആൻറ്റിജനെ ഇൻഗൾഫ് ചെയ്തു. എനി ഹൗ ദ പാത്ത് നേരത്തെ പറഞ്ഞ രീതിയിലും പാത്വേയിൽ പാത്തോജനെ ഡൈജസ്റ്റ് ചെയ്ത് പാത്തോജൻ സ്പെസിഫിക് ആയിട്ടുള്ള പെപ്റ്റൈഡ് മോളിക്യൂൾസിനെ അവർ സെൽ സർഫസിൽ MSC മോളിക്യൂളായിട്ട് ബൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൗ ദേ ഹാവ് ടു പ്രസൻറ്റ് ഇറ്റ് ടു ദി നെയ്വ് T സെൽ. നമുക്ക്
എന്താ പറയുക, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള T സെല്ലിലേക്ക് ഇത് കൊടുക്കണം. സോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു എൻ്റർ ടു ദ സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂ. നൗ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ എൻട്രി ചെയ്ത അല്ലെങ്കിൽ പാത്തജൻസ് നമ്മുടെ ബ്ലഡ് വഴി പോകുമ്പോൾ അവർ പോകാൻ അല്ലെങ്കിൽ ഏറ്റവും അക്സസിബിൾ ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ലിംഫ് നോഡാണ്. കാരണം നമ്മുടെ ബോഡിയിൽ ബ്ലഡിന് പാരലായിട്ട് റൺ ചെയ്യുന്ന ബാക്കി എല്ലാ ഓർഗൻസും അവിടെ ഇവിടെയും ഇപ്പോൾ സ്പ്ലീനൊക്കെ ആണെങ്കിൽ ഒന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പല സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂസും ഡിസ്ട്രിബ്യൂഷൻ പല സ്ഥലത്തല്ല. ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ കാണുന്ന ഒരു സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നത് ലിംഫ് നോഡായിരിക്കും. കാരണം ലിംഫ് നോഡ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് വെസൽസ് ജോയിൻ ചെയ്യുന്ന പോലെ ലിംഫ് വെസൽസ് പല സ്ഥലത്തുനിന്നും ജോയിൻ ചെയ്യുന്ന ഒരു ഏരിയയാണ് ലിംഫ് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബോഡിയിലുടനീളം പല ഭാഗത്തായിട്ട് ലിംഫ് നോഡ്സ് ഉണ്ട്. സോ ലിംഫ് നോഡാണ് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഡെൻഡറിക് സെല്ലിനും അതുപോലെ T സെല്ലിനും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഒരു സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂ ലെറ്റ്സ് സേ ലിംഫ് നോഡിലേക്ക് ഈ പറയുന്ന MHC, അതായത് പെപ്റ്റൈഡ് ബൗണ്ട് ആയിട്ടുള്ള MHC ഉള്ള ഡെൻഡറിക് സെൽ, ആൻറ്റിജൻ പ്രസൻറ്റ് ചെയ്യുന്ന ഡെൻഡറിക് സെൽസ് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് നോക്കാം. സോ യൂഷ്വലി ഈ ഒരു എൻട്രി യൂഷ്വൽ 2 പാത്വേസ് ആണ്. അതിൽ യൂഷ്വൽ എൻട്രി എന്ന് പറയുന്നത് ഈ ലിംഫ് നോഡിൽ കോർട്ടെക്സിൻ്റെ പോർഷനിലായിട്ട് ദർ ഈസ് എ പെർട്ടിക്കുലർ ഹോൾ നോൺ ആസ് ഹൈ എൻഡോത്തീലിയൽ വെന്യൂൾ എന്ന് പറയും. ഹൈ എൻഡോത്തീലിയൽ വെന്യൂൾ എന്ന് പറയുന്ന ഒരു പാത്വേ ഉണ്ട് ഇൻ ദി കോർട്ടെക്സ് റീജിയൻ. സോ ഈ ഒരു ഹൈ എൻഡോത്തീലിയൽ വെന്യൂൾ വഴിയാണ് ഈ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽ എൻട്രി ചെയ്യുന്നത് ഇൻടു ദി ലിംഫ് നോഡ്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ എൻട്രി ഈസ് ഗൈഡഡ് ബൈ ദി പ്രസൻസ് ഓഫ് സൈറ്റോകൈൻസ്. സോ ഇപ്പോൾ ഞാൻ ഡെൻഡറിക് സെൽസ് അല്ല, നെയ്വ് T സെൽസ് എൻറ്റർ ചെയ്യുന്ന പോർഷൻ. ഡെൻഡറിക് സെൽസ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ദേ ആർ ബ്ലഡ് ഡിറൈവ്ഡ് ആണ്. സോ ദേ ക്യാൻ എൻറ്റർ either they can enter into the lymph node and enter via afferent vessels, or they can enter through blood. ഇപ്പോൾ ഡെൻഡറിക് സെൽസും ബാക്കിയെല്ലാം ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസും നമ്മുടെ മൈലോയിഡ് ഹെമറ്റോപോയസിസ് വഴി ബോൺ മാരോ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണല്ലോ. സോ ദേ ക്യാൻ ഡയറക്ട്ലി എൻറ്റർ ഇൻ ടു ദി in the ലിംഫ് നോഡ്, സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂ വിയ ബ്ലഡ് വെസൽസ് വഴി തന്നെ അവർക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസും MHC മോളിക്യൂൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഞാൻ പറഞ്ഞു വൺസ് ദേ എൻകൗണ്ടർ ദ ആൻറ്റിജൻ ദേ വിൽ റെഡിലി മൂവ് ടു ദ നിയറസ്റ്റ് സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂ. അപ്പോൾ സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂ എവിടെയാണോ അവിടെയൊക്കെ പോയിട്ട് ഇവർ ഒക്കെ ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടാവും. നൗ ഇറ്റ്സ് ദ ടൈം ഫോർ T സെൽസ് ടു ഡു ദി ജോബ്. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സർക്കുലേറ്റിംഗ് നെയ്വ് സെൽസ് ഉണ്ടാവില്ല, ഡെൻഡറിക് സെൽസ് ദേ വിൽ ബി വെയിറ്റിംഗ് ഇൻ ദി സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂ ഫോർ ദറ്റ് സ്പെസിഫിക് T സെൽ ടു ബൈൻഡ്. ആൻറ്റിജൻ സ്പെസിഫിക് ആയിട്ടുള്ള T സെൽ വന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റിസൈഡ് ചെയ്യുന്ന ആ ഒരു സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂവിൽ ഇരുന്ന് വെയിറ്റ് ചെയ്യും. നോ T സെൽസ് ഹാവ് ടു റിപ്പീറ്റ് ദ പ്രോസസ്. അവർ ഒരു സെക്കൻഡറി ലിംഫോയിഡിൽ കയറണം, അവിടെ സ്കാൻ ചെയ്യണം, അവർക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ആൻറ്റിജൻ അല്ലെങ്കിൽ അവരുടെ സ്പെസിഫിക് ആൻറ്റിജൻ കയറിയിട്ടുണ്ടോ എന്ന് നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അവരവിടെ നിന്ന് ഇറങ്ങും, അടുത്ത സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂവിലോ അല്ലെങ്കിൽ ലിംഫിലേക്കോ ബ്ലഡിലേക്കോ പോകും, വീണ്ടും അവിടെ സ്കാൻ ചെയ്യും. ഇല്ല, ദെൻ ദേ എൻ്റർ ഇൻ അനദർ സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂ. അങ്ങനെ കംപ്ലീറ്റ് സർക്കുലേഷനിൽ നടക്കുന്ന T സെൽ. അപ്പോൾ എങ്ങനെയാണ് T സെല്ലിനെ ഇപ്പോൾ ഈവൻ ഒരു ഡെൻഡറിക് സെൽസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ T സെൽ എങ്ങനെയാണ് ഈ പറയുന്ന ലിംഫ് നോഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്? ദർ ആർ 2 pathways. One, ഒന്നാണ് ഞാനീ പറഞ്ഞ ഹൈ എൻഡോത്തീലിയൽ വെന്യൂൾസ് എന്ന് പറയുന്നത്. സോ ദി ലിംഫ് നോഡിൻ്റെ കോർട്ടെക്സിലേക്ക്, T സെൽ ഏരിയയിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഇസ് എ പാത്വേ കോൾഡ് ഹൈ എൻഡോത്തീലിയൽ വെന്യൂൾ. ഇറ്റ് ഈസ് ഹൈ എൻഡോത്തീലിയൽ വെന്യൂൾ എന്ന് പറയുന്ന ഒരു സർക്കുലർ ഒരു പോർ പോലത്തെ ഒരു ഏരിയയാണ്. സോ ആ ഒരു HEV വഴി ലിംഫ് കോർട്ടെക്സിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞ നെയ്വ് സെൽസ് ദേ വിൽ ഇൻട്രാക്ട് വിത്ത് ദ പ്രൊഫഷണൽ APC. അവിടെ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് ആയിട്ടുള്ള APC ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. നൗ ഞാൻ പറഞ്ഞു ഇപ്പോൾ HEV വഴി എൻറ്റർ ചെയ്യുന്ന T സെല്ല് നമ്മുടെ APC ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അവിടെ അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻ ക്യാരി ചെയ്യുന്ന ഡെൻഡറിക് സെൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ ദേ വിൽ ലീവ് ദ ലിംഫ്. അപ്പോൾ അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ദേ ലീവ് ദ ലിംഫ് നോഡ് ഇൻ ദി എഫക്റ്റഡ് ലിംഫ് വെസൽ ആൻഡ് ദേ എൻ്റർ ദ ലിംഫ് അഗെയിൻ ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ഫോർ യെറ്റ് അനദർ സർക്കുലേഷൻ. നൗ ഇനി ഇൻ കേസ് ദേ എൻകൗണ്ടർ ആൻ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽ ദാറ്റ് ഹാസ് ദി സ്പെസിഫിക് ആൻറ്റിജൻ ഫോർ ദ ബൈൻഡിങ്, അവർക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ആൻറ്റിജൻ ഉണ്ടെങ്കിൽ ദ സെൽസ് ആർ ആക്ടിവേറ്റഡ് ടു പ്രൊലിഫറേറ്റ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ആൻഡ് ദിസ് ഇഫക്റ്റീവ് T സെൽസ് വിൽ അഗെയിൻ ദെൻ ലീവ് ദി ലിംഫ് നോഡ് വിയ ദി എഫറന്റ് ലിംഫ് വെസൽസ് and into the lymph, into the bloodstream and to the site of infection.
സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. ടി സെല്ല് ഒരു നെയ്വ് ടി സെല്ല് വരും. നെയ്വ് ടി സെല്ല് വന്നിട്ട് ഇറ്റ് വിൽ എൻ്റർ ത്രൂ HEV വൺ പാത്വേ. എത്തിക്കഴിഞ്ഞാൽ ദേ വിൽ മൂവ് ഇൻ ടു ദ കോർട്ടെക്സ്. കോർട്ടെക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു ടി സെൽ ഏരിയാസ് ഉണ്ട്, ടി സെൽ റിച്ച് ഏരിയാസ് ഉണ്ട്. അവിടെ തന്നെ ആയിരിക്കും ഡെൻഡ്രൈറ്റിക് സെൽസും മാക്രോഫേജസും ബാക്കിയുള്ള ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് ഉണ്ടാവുക. സോ ദേ ലുക്ക് ഫോർ ഡെൻഡ്രൈറ്റിക് സെൽസ്. അവർക്കിപ്പോൾ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന അല്ല അവർ ബൈൻഡ് ചെയ്യുന്ന ഒരു ഡെൻഡ്രൈറ്റിക് സെൽസ് അവരുടെ ഒരു എന്താ പറയുക ബൈൻഡിങ് ഏരിയ ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻ ഇല്ല എന്നുണ്ടെങ്കിൽ ദിൽ സൈലൻ്റ്ലി മൂവ് ഔട്ട് ഓഫ് ദി ലിംഫ് നോഡ് വിയ എഫറൻറ്റ് ലിംഫാറ്റിക് വെസൽ. ഓക്കെ. അതുപോലെ ഇൻ കേസ് നെയ്വ് ടി സെല്ല് എൻകൗണ്ടർ ചെയ്യുമ്പോൾ അവരുമായിട്ട് ബൈൻഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ആൻറ്റിജൻ അല്ലെ ആൻറ്റിജനിക് മോളിക്യൂൾ ക്യാരി ചെയ്യുന്ന ഡെൻഡ്രൈറ്റിക് സെൽസ് ഉണ്ടെങ്കിൽ ദേ വിൽ ഇൻട്രാക്ട് വിത്ത് ഡെൻഡ്രൈറ്റിക് സെൽ. ഡെൻഡ്രൈറ്റിക് സെൽ ആ ഇൻട്രാക്ഷൻ വഴി അവർ ഡിഫറൻഷിയേഷനും പ്രൊലിഫറേഷനും എഫക്റ്റഡ് ടി സെൽ പ്രൊഡക്ഷനും നടക്കും. അതായത് ഹെൽപ്പർ ടി സെല്ലും അതുപോലെ തന്നെ സൈറ്റോടോക്സിക് ടി സെൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ ദേ വിൽ ഓൾസോ ബി റിലീസ് ത്രൂ ദിസ് സെയിം എഫറൻറ്റ് ലിംഫാറ്റിക് വെസൽ. HEVയിലേക്ക് രണ്ടാമത്തെ ഒരു പാത്വേ എന്ന് പറയുന്നത്, അതായത് ഞാൻ പറഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ പാത്വേ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇപ്പോൾ ലിംഫ് നോഡിലേക്ക് എൻ്റർ ചെയ്തു. ലിംഫ് നോഡിലേക്ക് എൻ്റർ ചെയ്ത് ഇപ്പോൾ സപ്പോസ് ഒരു നെയ്വ് ടി സെല്ല് വരുന്നു, ഒരു ലിംഫ് നോഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇവിടെ പ്രത്യേകിച്ച് അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻ എൻകൗണ്ടർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ നേരെ ലിംഫ് വഴി എഫറൻറ്റ് ലിംഫ് വഴി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്ത ലിംഫ് നോഡ് എവിടെയാണോ അവിടെ, അത് ഒരു അപ്സ്ട്രീം കയറിയിട്ട് ഈ പറയുന്ന അവരുടെ ഒരു ലിംഫ് നോഡിന് ഡൗൺ സ്ട്രീമായിട്ട് വേറെ അടുത്ത ലിംഫ് നോഡ് എവിടെയാണ് അവിടെ പോയിട്ട് എൻട്രി ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഈസ് ദ സെക്കൻഡ് പാത്ത് വേ ഓഫ് എൻട്രി. അപ്പോൾ ത്രൂ എഫറൻറ്റ് ലിംഫ്. അപ്പോൾ അടുത്ത ലിംഫ് നോഡിൻ്റെ എഫറൻറ്റ് ലിംഫ് വഴി നോട്ടിയത് എഫറൻറ്റ് ലിംഫ് വഴി ഇറങ്ങിയിട്ട് എഫറൻറ്റ് ലിംഫ് വഴി ഇറങ്ങിയിട്ട് ഡൗൺ സ്ട്രീമിൽ വേറൊരു ലിംഫ് നോഡിലേക്ക് അവരുടെ അഫറൻറ്റ് ലിംഫ് വഴി എൻട്രി ചെയ്യുന്നു. So through afferent lymph vessels. So the T cells can enter an upstream lymph node. If they do not encounter the specific antigen, they leave that node and through the afferent lymph vessels. Afferent വഴി പുറത്തേക്ക് മൂവ് ചെയ്യുന്നു and they carry to a downstream lymph node and the node through one of the afferent lymphatic vessels. ഒരു afferent lymphatic vessel വഴി ഉള്ളിലേക്ക് കയറുകയാണ് and to the T cell area and mingle with the professional APC. Again the process continues. അവർ APC ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. ഇൻ കേസ് അവർക്ക് ബൈൻഡിങ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻ ക്യാരി ചെയ്യുന്ന APC ഇല്ലാന്നുണ്ടെങ്കിൽ again they will leave there. അവിടെ നിന്ന് വീണ്ടും ഇവർ അടുത്ത afferent വഴി വീണ്ടും മൂവ് ചെയ്യും. ഓക്കെ. അവർക്ക് ബൈൻഡിങ് ആയിട്ടുള്ള ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വേറെ ഏതെങ്കിലും എഫറൻറ്റ് ലിംഫാറ്റിക് വെസൽസിലേക്കോ മറ്റോ മൂവ് ചെയ്യും. ഇൻ കേസ് ദേ ഫൈൻഡ് അവർക്ക് സ്പെസിഫിസിറ്റിയുള്ള ആൻറ്റിജൻ ബൈൻഡിങ് ചെയ്ത ഒരു APC ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ദേ ആർ ആക്ടിവേറ്റഡ് ടു പ്രൊലിഫറേറ്റ് ആൻഡ് ടു ഡിഫറൻഷിയേറ്റ്. ആൻഡ് അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എഫക്റ്റഡ് ടി സെൽസ് വരുന്നു. എഫക്റ്റഡ് ടി സെൽസ് വരുന്ന അഗെയിൻ ദ എഫക്റ്റഡ് ടി സെൽസ് വിൽ ഓൾസോ മൂവ് ഔട്ട് ത്രൂ എഫറൻറ്റ് ലിംഫാറ്റിക് വെസൽ. അപ്പോൾ ഇവിടെ പ്രൊലിഫറേഷൻ നടക്കുകയാണെങ്കിൽ ഇവിടുന്ന് അടുത്ത എഫറൻറ്റ് വഴി T സെൽസും TH സെൽസും പോവും. ഓക്കെ. TC TH. നൗ ഹോമിങ് ഓഫ് നെയ്വ് T സെൽസ് ടു ലിംഫോയിഡ് ടിഷ്യൂ. അപ്പോൾ ദിസ് പെർട്ടിക്കുലർ എൻട്രി ഉണ്ടല്ലോ, ഇവർ ഹൈ എൻഡോത്തീലിയൽ വെസലിൽ ഇങ്ങോട്ട് പിന്നെ ഹൈ എൻഡോത്തീലിയൽ വെസലിൻ്റെ ഉള്ളിൽ നിന്ന് കോർട്ടെക്സിലേക്ക് മൂവ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ ഓഫ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സൈറ്റോകൈൻസ് നോൺ ആസ് നോട്ട് എ ഗ്രൂപ്പ്, 2 സൈറ്റോകൈൻസ് ആണ് അതിനെ ഇൻവോൾവ് ചെയ്യുന്നു. ഒന്ന് CCL19 രണ്ട് CCL21. സോ ബോത്ത് ദീസ് ആർ സെക്രീറ്റഡ് ബൈ ദി സ്ട്രോമൽ സെൽസ്. നമ്മുടെ ഈ പറയുന്ന കോർട്ടെക്സിൽ കാണുന്ന സ്ട്രോമൽ സെൽസും അവിടെയുള്ള ഡെൻഡ്രൈറ്റിക് സെൽസുമാണ് ഈ പറയുന്ന CCL19 CCL21 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ CCL19 21 ബൈൻഡ് ചെയ്യുന്ന റിസപ്റ്ററാണ് നമ്മൾ ആദ്യം പറഞ്ഞ CCR7 റിസപ്റ്റർ. സോ ദ CCR7 റിസപ്റ്റർ ഓൺ ദി on the T cells, the T cells will be T cellസിൽ ഈ T cells ഈ പറയുന്ന സൈറ്റോകൈൻസിൻ്റെ ഗ്രേഡിയൻറ്റിനനുസരിച്ചായിരിക്കും മൂവ് ചെയ്യുന്നത്. സൈറ്റോകൈൻ CCL19 CCL21 ആയിരിക്കും നെയ്വ് T സെല്ലിനെ ഈ HEVയിലേക്കും അവിടെ നിന്ന്
കോർട്ടെക്സിലേക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. സോ ഇവിടെ ഈ സ്ട്രോമൽ സെൽസും ഇവർ രണ്ടുപേരും CCL19 CCL21 പ്രൊഡ്യൂസ് ചെയ്യും. ഈ CCL21 പ്രസൻസ് ഇവിടെ അവർ സൈറ്റോകൈൻസ് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. HEVയിൽ ആ ഒരു പ്രസൻസ് കാണാൻ പറ്റും. ആ ഒരു പ്രസൻസ് ആ ഒരു കീമോകൈൻ്റെ ഗ്രേഡിയൻ്റ് അനുസരിച്ചാണ് നമ്മുടെ T സെല്ല് HEVയിലേക്ക് ബ്ലഡിൽ നിന്ന് വലിക്കുന്നത്. ഓക്കെ, so the movement of T cell into the high endothelial vessel or into the lymph cortex is mediated by the presence of two cytokines, CCL21 and CCL19. അത് ജസ്റ്റ് മൈൻഡിൽ വെക്കാം. Now back to here. So these are the CCL21 and CCL19 are the chemokine produced by stromal cells and dendritic cells, and this bind to the chemokine receptor CCR7 on T cell surface and cause the movement of innate T cells to the high endothelial vessels. അപ്പോൾ T സെല്ലിലുള്ള CCR7 ആണ് ഈ ഒരു CCL20ൻ്റെയും 19ൻ്റെയും ബൈൻഡിങ് റിസപ്റ്റർ എന്ന് പറയുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞാൽ കോർട്ടെക്സിൻ്റെ ഉള്ളിൽ നമ്മുടെ കോർട്ടെക്സിൻ്റെ ഉള്ളിലുള്ള സെൽസ് ഈ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോർട്ടെക്സിൻ്റെ ഉള്ളിൽ സൈറ്റോകൈൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ ഈ സൈറ്റോകൈൻസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ HEVയുടെ അടുത്തേക്ക് മൂവ് ചെയ്യും. സോ HEVയുടെ അടുത്ത പ്രസൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു കെമിക്കൽ ഗ്രേഡിയൻറ്റിനെ അല്ലെങ്കിൽ കീമോകൈൻ്റെ ഇൻഫ്ലുവൻസ് കാരണം T സെൽസ് പതുക്കെ HEVയുടെ അടുത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ്സ് ദി ഐഡിയ. നൗ ഇനി അവിടെ എത്തിക്കഴിഞ്ഞു. സോ ഈ ഒരു കീമോകൈൻ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ സൈറ്റോകൈൻ്റെ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു കെമിക്കൽ പുള്ളിങ് വഴി T സെൽസ് എല്ലാം HEVയിൽ എത്തിയെന്ന് വെച്ചാൽ ഇനി HEVയിൽ എത്തിക്കഴിയുമ്പോൾ ദേ ഹാവ് ടു അറ്റാച്ച് ടു ദി എന്താ പറയുക ഈ HEV ആ എൻഡോത്തീലിയൽ ആ ഒരു വെന്യൂളിൻ്റെ സർഫസിൽ കാണുന്ന സെൽസിൽ ആ സെൽസുമായിട്ട് T സെൽസ് വന്ന് ബൈൻഡ് ചെയ്യണം. അവിടെ ഒരു ഇൻട്രാക്ഷൻ നടക്കണം. അതിന് ബൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് അഡഷൻ മോളിക്യൂൾസ് ഉണ്ട്. ആക്ച്വലി ദർ ആർ 4 കൈൻഡ് ഓഫ് അഡഷൻ മോളിക്യൂൾസ്, L-selectin ആൻഡ് glycam-1 ആൻഡ് CD34. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ L-selectin എന്ന് പറയുന്നത് T സെല്ലിൻ്റെ നമ്മുടെ നേവ് T സെല്ലിൻ്റെ സർഫസിൽ കാണുന്ന ഒരു ലെക്റ്റിൻ ടൈപ്പ് ആയിട്ടുള്ള സർഫസ് റിസപ്റ്റർ മോളിക്യൂളാണ് L-selectin എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി എൻ അഡഷൻ മോളിക്യൂൾ ആൻഡ് ഇറ്റ് കെൻ ബൈൻഡ് ടു 2 കൈൻഡ് ഓഫ് റിസപ്റ്റേഴ്സ് ഫൗണ്ട് ഓൺ വാസ്കുലർ എൻഡോത്തീലിയം. ആ ഒരു HEVയുടെ വാസ്കുലർ എൻഡോത്തീലിയത്തിൻ്റെ സർഫസിൽ കാണുന്ന 2 ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്, നോൺ ആസ് glycam-1 ആൻഡ് CD34. രണ്ടും ആക്ച്വലി ഗ്രൂപ്പ് ഓഫ് അഡഷൻ മോളിക്യൂൾസ് ആണ്, നോൺ ആസ് അഡ്രസിൻസ്, വാസ്കുലർ അഡ്രസിൻസ് എന്ന് പറയും. അപ്പോൾ ഈ 2 മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്യാൻ നമ്മുടെ സെലക്റ്റിൻസിന് പറ്റും. സോ വെൻ ദ T സെൽ കംസ് ഇൻ കോണ്ടാക്ട് ഈ ഒരു CCL21ൻ്റെയും 19ൻ്റെയും ഇൻഫ്ലുവൻസ് കാരണം മൂവ് ചെയ്ത് HEVയിലേക്ക് അടുത്ത് വരുന്ന നെയ്വ് സെൽസ് എല്ലാം അവരുടെ സെലക്റ്റിൻ ഉപയോഗിച്ച് ഈ HEVയുടെ glycam-1ലേക്കും CD34ലേക്കും ബൈൻഡ് ചെയ്ത് അവിടെ ഒരു ടെമ്പററി അഡഷൻ ആ സെല്ല് തമ്മിൽ ഒരു ടെമ്പററി കോണ്ടാക്റ്റ് വരും. സോ ദ ലെക്റ്റിൻ ഓൺ T സെൽ സർഫസ് വിൽ ബൈൻഡ് ടു ദ സൾഫേറ്റഡ് sialyl Lewis X carbohydrate. That's the particular component to which these lectin binds. That's not of important. Think about L-selectin binds with CD34 and glycam-1 on the surface of high endothelial venules. Now the cooperative effect of many such interaction causes the naive T cells to slow down and attach to the high endothelial vessels. അപ്പോൾ ഈ ഒരു ഇൻട്രാക്ഷൻ വരുമ്പോൾ പിന്നെ ബാക്കി അതുപോലെയുള്ള ബാക്കിയുള്ള സെൽ അഡഷൻ മോളിക്യൂൾസും ഈ ഒരു ഫസ്റ്റ് ആ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നത് ഈ സെലക്റ്റിനും ഗ്ലൈക്കാം അല്ലെങ്കിൽ അഡ്രസിൻസുമാണ്. അത് കഴിഞ്ഞ് ആ ഒരു ചെറുതായിട്ട് ആ ഒരു ബൈൻഡ് നടക്കുമ്പോൾ തന്നെ മൂവ് ചെയ്യുന്ന ആ ഒരു ബ്ലഡ് സ്ട്രീമിൽ കൂടെ ആ ഫ്ലോയിൽ പോകുന്ന T സെൽസ് എല്ലാം പതുക്കെ അവിടെ സ്റ്റോപ്പ് ആയി കഴിയുമ്പോൾ ഈ എൻഡോത്തീലിയൽ HEVയുടെ ബാക്കിയുള്ള അഡീഷണൽ മോളിക്യൂൾസ് ഈ T സെല്ലുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് യൂഷ്വലി സെലക്റ്റിൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു റൺ ഓഫ് മൂവ്മെൻറ്റ് കാണിക്കുന്ന പറയുക. അതായത് ഇപ്പോൾ HEVയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഇതിലായിരിക്കും HEVയുടെ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് എന്ന് പറയുന്നത് ഇവിടുന്ന് കോർട്ടെക്സിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. സോ T സെല്ല് വന്നിട്ട് സപ്പോസ് ഒരു T സെല്ല് വരികയാണ്. T സെല്ല് വന്നു കഴിയുമ്പോൾ T സെൽ ഈ ഒരു ഇവിടെയുള്ള ഓക്കെ
സെല്ല് ഇവിടെയുള്ള സെലക്റ്റിൻ മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ടി സെല്ലിലെ സെലക്റ്റിൻ ഇവിടെയായിട്ട് ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ പതുക്കെ ഈ ടി സെല്ല് ഉള്ളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും ടു ദി കോർട്ടെക്സ്. ഇത് നമ്മൾ റൺ ഓഫ് മൂവ്മെൻ്റ് എന്ന് പറയുക. സെലക്റ്റിൻ്റെ ഒരു റോളിംഗ് ഓഫ് മൂവ്മെൻ്റ് എന്ന് പറയുക. ഇത് ഇവിടുന്ന് സെലക്റ്റിൻ പിന്നെ ഉടനെ ഈ അറ്റാച്ച്മെൻറ്റ് വിട്ട് അടുത്ത സെല്ലുമായിട്ട് സെലക്റ്റിൻ വന്ന് അറ്റാച്ച് ചെയ്യും. പിന്നെ ആ സെലക്റ്റിൻ മോളിക്യൂൾ റൗണ്ട് ചെയ്ത് അടുത്ത സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്യും. അങ്ങനെ ഒരു റൺ ഓഫ് ഇതൊരു റൊട്ടേറ്റിംഗ് മൂവ്മെൻറ്റിൽ പതുക്കെ ആ ടി സെല്ല് കോർട്ടെക്സിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, കോർട്ടെക്സിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ്ലി മൂവ് ചെയ്യാന്നല്ല പറഞ്ഞത്, ആ ഒരു എൻഡോത്തീലിയൽ വെസലുമായിട്ട് കറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു എവിടെയാണോ ഏറ്റവും കൂടുതൽ എന്താ പറയുക ബൈൻഡിങ്, ആ ഒരു CCR7 എന്താ പറയുക, ഇപ്പോൾ ഇത്രയും HEVയുടെ HEVയുടെ ഒരു പോർഷൻ, എൻഡോത്തീലിയൽ വെന്യൂളിൻ്റെ പോർഷൻ ഇവിടെയാണെങ്കിൽ ഈ CCR ആ ഒരു പോർഷൻ്റെ ഉള്ളിൽ കാണുന്ന ലിപ്പിഡ് ലെയർ കഴിഞ്ഞിട്ട് എവിടെയാണോ CCR7ൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത്, സോ ഫസ്റ്റ് ഒരു പക്ഷേ ടി സെല്ല് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ടി സെല്ല് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക. ടി സെൽ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ പതുക്കെ ടി സെല്ല് പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്ത് CCR7 എവിടെയാണോ ആ ഒരു ഏരിയയിലേക്ക് എത്തും. ഓക്കെ, ഇനി ഈ ഒരു പോർഷനിൽ ഈ ഒരു റോളെന്ന് പറയുന്നത് ഈ TCRൻ്റെ മേലുള്ള സെലക്റ്റീവ് മോളിക്യൂൾസ് ഇവിടെ വന്നിട്ട് സെലക്റ്റീവ് വന്ന് ബൈൻഡ് ചെയ്യും. നൗ ദ ടി സെൽ വിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് അടുത്ത റിസപ്റ്റ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഗ്ലൈക്കാമോ അല്ലെങ്കിൽ CD34 ആയിരിക്കും ഇവിടെ ഉള്ളത്. സോ ദ നെക്സ്റ്റ് ലെക്റ്റിൻ വിൽ ബൈൻഡ് ഹിയർ. അടുത്ത ലെക്റ്റിൻ വീണ്ടും റോൾ ഓഫ് ചെയ്യും. അങ്ങനെ ടി സെല്ലിൽ റൗണ്ട് ചെയ്ത് എവിടെയാണോ നമ്മുടെ കിമോക്കൈൻ CR റിസപ്റ്ററിൻ്റെയൊക്കെ ഒരു കണ്ടൻറ്റ് കൂടുതൽ അവർക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ട് ഈ ടി സെല്ല് വിൽ സ്ക്യൂസ് ചില ആ ഒരു പ്ലാസ്മ മെംബ്രെയിൻ എൻഡോത്തീലിയൽ വെന്യൂളിൻ്റെ എൻഡോത്തീലിയൽ ടിഷ്യൂവിൽ ഒരു സെൽസിൻ്റെ ഇടയിലേക്ക് സ്ക്യൂസ് ചെയ്ത് ഉള്ളിലേക്ക് കയറും. നമ്മൾ അങ്ങനെ മൂവ് ചെയ്യുന്നതിന് നമ്മൾ ഡയാപെഡസിസ് എന്ന് പറയുക. അതിനെക്കുറിച്ച് നമ്മൾ പറയും. സോ ഈ ഒരു ബൈൻഡ് ചെയ്ത് ആ ഒരു എന്താ പറയുക എൻഡോത്തീലിയൽ സർഫസിൽ ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇൻട്രാക്ഷനാണ് ഈ പറയുന്ന ലെക്റ്റിനും CD34 അതുപോലെ ഗ്ലൈക്കാമും ഒക്കെ ചെയ്യുന്നത്. നൗ സോ ദി ടി സെൽ വിൽ സ്ലോ ഡൗൺ ആൻഡ് അറ്റാച്ച് ദി ഹൈ എൻഡോത്തീലിയൽ സർഫസ്. നൗ ആഫ്റ്റർ ദി ഇനീഷ്യൽ അറ്റാച്ച്മെൻറ്റ് കോൺടാക്ട് ബിറ്റ്വീൻ ദ നെയ്വ് ടി സെൽ ആൻഡ് എൻഡോത്തീലിയം ഈസ് സ്ട്രെങ്തൻഡ് ബൈ അഡീഷണൽ ഇൻട്രാക്ഷൻ. ഇപ്പോൾ ഈ ഒരു ഇൻ കേസ് അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലെക്റ്റിൻ്റെയും ഗ്ലൈക്കാമിൻ്റെയൊക്കെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ജസ്റ്റ് അവരെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു പ്രസൻസേ ഉണ്ടാവുള്ളൂ. അതായത് റണ്ണിങ് ആയിട്ടുള്ള ബ്ലഡ് സ്ട്രീമിൽ ഹോൾഡ് ചെയ്ത് അവരെ HEVയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ അവരുടെ HEVയിലുള്ള അറ്റാച്ച്മെൻറ്റ് സ്ട്രോങ് ആക്കുന്നത് വേറൊരു മോളിക്യൂളാണ് നോൺ ആസ് LFA1. LFA1 എന്ന് പറയുന്ന ഒരു ഇൻറ്റഗ്രീൻ മോളിക്യൂളാണ് ഓൺ ദ ടി സെൽ സർഫസ്. അപ്പോൾ ടി സെൽ സർഫസിലൊരു LFA1 മോളിക്യൂളുണ്ട് വിച്ച് ക്യാൻ ബൈൻഡ് ടു അഡീഷൻ മോളിക്യൂൾസ് കോൾഡ് ICAM1 ആൻഡ് ICAM2 ഓൺ ദി എൻഡോത്തീലിയൽ സർഫസ്. അപ്പോൾ ഈ വാസ്കുലർ എൻഡോത്തീലിയൽ സർഫസിൽ യു ഹാവ് ICAM1, ICAM2, 1 and 2 which can bound to LFA molecules on T cell. T സെല്ലിൽ LFA ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന മോളിക്യൂൾസ് ഉണ്ടാവും. ഈ ഒരു LFA ICAM ബോണ്ട് എന്ന് പറയുന്നത് ലെക്റ്റിൻ ഗ്ലൈക്കാം ബൈൻഡിനേക്കാളിലും ഒക്കെ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ളതായിരിക്കും. സോ ടി സെല്ലിനെ ഹൈ എൻഡോത്തീലിയൽ വെസലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഫസ്റ്റ് കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് സെലക്റ്റിനും ഗ്ലൈക്കാമും CD4ഉം തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആയിരിക്കും. ബട്ട് ടു കീപ് ദ ടി സെൽ ഇൻ പൊസിഷൻ, ആ ഒരു HEVയിൽ ടി സെല്ലുമായിട്ടുള്ള ആ ഒരു ബൈൻഡിങ് സ്ട്രോങ് ബൈൻഡിങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ടി സെല്ലിലുള്ള LFA1 എന്ന് പറയുന്ന ഇൻറ്റഗ്രീനും അതുപോലെ ഇറ്റ് വിൽ ബൗണ്ട് ടു അഡീഷൻ മോളിക്യൂൾസ് ICAM1 ആൻഡ് ICAM2 ഓൺ ദി ഹൈ എൻഡോത്തീലിയൽ വെസൽസ്. അവിടെ എത്തിക്കഴിയുമ്പോൾ ദേ വിൽ സ്ക്യൂസ് ഇൻ ടു ദി ആ ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് സെല്ലിൻ്റെ ഉള്ളിലേക്ക് സ്ക്യൂസ് ചെയ്യും. സോ ഹിയർസ് വാട്ട് ഹാപ്പൻസ്. ലെക്റ്റിനായിട്ട് ബൈൻഡ് ചെയ്യും. ദി ലെക്റ്റിൻ മോളിക്യൂൾ വിൽ ബൈൻഡ് ടു ഐദർ ഗ്ലൈക്കാം1 ഓർ CD34 വിച്ച് ആർ സ്ട്രക്ചറലി സിമിലർ മോളിക്യൂൾസ്. അപ്പോൾ ലെക്റ്റിൻ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ദേ വിൽ കൈൻഡ് ഓഫ് റൊട്ടേറ്റ് ഇറ്റ്, ഒരു റോളിംഗ് മോഷനാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ദിസ് അനദർ മോളിക്യൂൾ കോൾഡ് ദി there are certain other molecules will also
ബൈൻഡ്. ബാക്കി ഇതിന് ആ ഒരു ടി സെല്ലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ടി സെൽ എൻഡോത്തീലിയൽ ഇൻട്രാക്ഷൻ സഹായിക്കുന്ന ബാക്കി ഏതെങ്കിലുമൊക്കെ റിസപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ തുടങ്ങും. ബട്ട് ടു സ്ട്രെങ്തൻ ദി ഇൻട്രാക്ഷൻ ഓർ സ്ട്രെങ്തൻ ദി ക്ലോസ് അസോസിയേഷൻ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് LFA1, ഈ LFA1ഉം അതുപോലെ തന്നെ നമ്മുടെ സിയിൽ കാണുന്ന ICAM1 അല്ലെങ്കിൽ ICAM2ൻ്റെ ഇൻട്രാക്ഷൻ ആയിരിക്കും. സോ ICAM1 or ICAM2 വിൽ അറ്റാച്ച് ടു ദി LFA1 ഓൺ ടി സെൽ. ആ ഒരു ടി സെല്ലായിട്ട് അറ്റാച്ച് ചെയ്ത് അവിടെ വെച്ചിട്ട് ആ ഒരു ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. സോ ICAM എത്തുന്നത് വരെ ഈ ഒരു L സെലക്റ്റിൻ അതുപോലെ നമ്മുടെ ഗ്ലൈക്കാം അല്ലെങ്കിൽ CD30cc വഴി ടി സെല്ല് റോൾ ചെയ്ത് പോകും. ആൻഡ് വെൻ ദി LFA1 മീറ്റ്സ് ആൻഡ് ICAM ഹിയർ അവിടെ ഒരു സ്ട്രോങ് അറ്റാച്ച്മെൻറ്റ് ടി സെല്ലും ഈ പറയുന്ന എപ്പിത്തീലിയൽ സെല്ലുമായിട്ട് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ടി സെല്ല് ആ എപ്പിത്തീലിയൽ സെല്ലിൻ്റെ അകത്തുനിന്ന് ഉള്ളിലേക്ക് മൂവ് ചെയ്യും. സോ ദർ ഇസ് എ സ്ട്രോങ് അട്രാക്ഷൻ ആൻഡ് ഇറ്റ് വിൽ മൂവ്. ഈ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഡയപ്പിഡസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ വിച്ച് ദ ലിംഫോസൈറ്റ് വിൽ ലീവ് ദ ബ്ലഡ് നിന്ന് ഇൻഡസ്ട്രീഷ്യൽ സെൽ അതായത് HEVയുടെ സെല്ല് വഴി ഇറ്റ് വിൽ എൻ്റർ ഇൻ ടു ദി കോർട്ടെക്സ് ഓഫ് ദി ലിംഫ് നോഡിലേക്ക് കയറുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ദി innate T cells enters through HEV. Now once it enters the HEV, ഞാൻ പറഞ്ഞു നമ്മൾ ഡെൻഡ്രൈറ്റിക് സെൽസ് മെച്യൂർ ആയി കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ലോങ് ആയിട്ടുള്ള, അതായത് അവർ ഡെൻഡ്രൈറ്റ്സ് ഭയങ്കരമായിട്ട് എലാബറേറ്റ് ചെയ്യുന്നു പറഞ്ഞു. സോ ദിസ് ഇസ് ദി വൺ ഓഫ് ദി മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് ഡെൻഡ്രൈറ്റിക് സെൽസ്. ഇതാണ് ഒരു ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ആ ഡെൻഡ്രൈറ്റിക് സെല്ലിൻ്റെ ഒരു ഡെൻഡ്രൈറ്റ് ആണ് ഇത് പറയുന്നത്. ഭയങ്കര എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഡെൻഡ്രൈറ്റ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഈ എക്സ്റ്റെൻഡഡ് ഡെൻഡ്രൈറ്റ്സിലെല്ലാം പല ഭാഗത്തായിട്ട് MHC മോളിക്യൂൾസിൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ടാവും. സോ ടി സെൽസ് വരും, ദേ വിൽ എൻകൗണ്ടർ വിത്ത് ദി ഡെൻഡ്രൈറ്റിക് സെല്ലിൻ്റെ ആ ഒരു MHC പ്രസൻറ്റ് ചെയ്ത ഏരിയയിൽ വന്നിട്ട് അവർ ബൈൻഡ് ചെയ്ത് നോക്കും. ബൈൻഡ് ചെയ്ത് അവർക്ക് ഇതാണ് ഇൻട്രാക്റ്റിംഗ് ടി സെൽസ് എന്ന് പറയുന്നത്. സോ ഇഫ് ദേ ആൻറ്റിജനായിട്ട് MHC ഇൻട്രാക്ട് ചെയ്ത് ബൈൻഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ലീവ് ചെയ്യും, അടുത്ത MSCയിലേക്ക് പോകും. അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തേക്ക് പോകും. അങ്ങനെ മൂവ് ചെയ്യും. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. ഇനി ഈ പറയുന്ന ഇവർ കോർട്ടെക്സിലേക്ക് മൂവ് ചെയ്ത് ഡെൻഡ്രൈറ്റിക് സെൽസ് എത്തിക്കഴിയുമ്പോൾ ഈ പറയുന്ന ഡെൻഡ്രൈറ്റിക് സെല്ലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും കുറച്ച് അഡഷൻ മോളിക്യൂൾസ് ആണ്. സോ മെയിൻലി ദി അഡഷൻ മോളിക്യൂൾസ് ആർ ലൈക്ക് ദിസ്. വൺ ദാറ്റ് ഇസ് നമ്മൾ ടി സെല്ലിൽ നേരത്തെ കണ്ട LFA മോളിക്യൂളില്ലേ, ആ ഒരു LFA മോളിക്യൂളിന് ഇറ്റ് ക്യാൻ ബൈൻഡ് വിത്ത് ദി ICAM ആൻഡ് ICAM2 ഓൺ ഡെൻഡ്രൈറ്റിക് സെൽസ് ആണ്. അപ്പം നമ്മുടെ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽ അല്ലെങ്കിൽ ഡെൻഡ്രൈറ്റിക് സെല്ലിൽ കാണുന്ന ICAM2 മോളിക്യൂൾ, അതായത് വാസ്കുലർ എൻഡോത്തീലിയൽ കണ്ട അതേ സിമിലർ ICAM1 and 2 മോളിക്യൂൾസ് നമ്മുടെ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെല്ലായ ഡെൻഡ്രൈറ്റിക് സെൽസിലും കാണാൻ പറ്റും. സോ ദ ടി സെൽ LFA1 ക്യാൻ ബൈൻഡ് ടു ICAM1 and 2 ഓൾസോ. ആൻഡ് അനദർ ഇതെന്ന് പറയുന്നത് ദി ഡെൻഡ്രൈറ്റിക് സെൽ വിൽ ഹാവ് അനദർ മോളിക്യൂൾ കോൾഡ് LFA3 and this LFA3 can bind to CD2 on T cell receptor. Now another molecule called ICAM3 on T cell. ICAM3 can bind to DC sign. DC sign is actually a receptor that is found unique to the dendritic cells. അതായത് ഡെൻഡ്രൈറ്റിക് സെൽസിൽ മാത്രം കാണുന്ന ഒരു മോളിക്യൂളാണ് ഈ പറയുന്ന DC sign എന്ന് പറയുന്നത്.